ശ്രീ തോമസ് കുതിരവട്ടം. മുതിർന്ന നേതാവും മുൻ രാജ്യസഭാംഗവുമായ തോമസ് കുതിരവട്ടം 2026 ജനുവരി 12 അന്തരിച്ചു. ചെങ്ങന്നൂരിലെ കല്ലിശ്ശേരിയിൽ കുതിരവട്ടം തോമസ് വർഗീസ്, അന്നമ്മ വർഗീസ് ദമ്പതികളുടെ മകനായി 1945 ജൂൺ 1 ജനനം. ദീർഘകാലം കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. 1985-91 രാജ്യസഭാംഗമായിരുന്നു. ഇന്ത്യൻ പാർലമെന്ററിൽ നടത്തിയ ഇടപെടലുകൾ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് തോമസ് കുതിരവട്ടം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത്. 60കളിൽ KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം ആരംഭിച്ചു. 64-ൽ കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ KC കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു നേതാക്കളിൽ ഒരാളാണ് ശ്രീ തോമസ് കുതിരവട്ടം. കേരള കോൺഗ്രസ് മാണി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം അവിഭക്ത കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനും ജനറൽ സെക്രട്ടറിയും കൂടിയായിരുന്നു. 1980-ൽ ചെങ്ങന്നൂരിൽ നിന്നും 96-ൽ പത്തനാപുരത്തു നിന്നും നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിച്ചിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായും അദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാർലമെന്റേറിയൻ എന്ന നിലയിൽ, സാമൂഹിക പ്രവർത്തന നിലയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണ്. രാജ്യസഭാംഗമായിരിക്കെ ബഫേഴ്സ് ഇടപാടിനെക്കുറിച്ച് അന്വേഷിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ അംഗീകാരമായിരുന്നു. പാർലമെന്റിൻ്റെ വിവിധ സമിതികൾ അദ്ദേഹം അംഗമായിരുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ റെയിൽവേ, കാർഷിക വികസനം എന്നീ വിഷയങ്ങളിൽ ശക്തമിടപെടൽ നടത്തി. 2010 മുതൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തോമസ് കുതിരവട്ടം അധികാരത്തിൻ്റെ പകിട്ടുകളെക്കാൾ സാധാരണക്കാരുടെ സ്നേഹത്തിന് വില കൽപ്പിച്ച നേതാവായിരുന്നു. എതിർപ്പുകളെ പുഞ്ചിരിയോടെ നേരിട്ടിരുന്ന അദ്ദേഹം കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ ശബ്ദമായിരുന്നു. വിയോഗവേളയിൽ അദ്ദേഹം അവശേഷിപ്പിച്ച പോകുന്നത് ആദർശശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ്. അന്തരിച്ച മഹത് വ്യക്തികളുടെ ആദരസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം.